പാലക്കാട് ഒറ്റപ്പാലത്ത് +2 വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ കുത്തേറ്റു. വരോട് സ്വദേശി അഫ്സറിനാണ് വാരിയലിന് പരിക്കേറ്റത്. സഹപാഠിയായ 17-കാരനാണ് അഫ്സറിനെ കുത്തി പരിക്കേൽപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇരുവരെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് നിഗമനം. ഇരുവരും ഒറ്റപ്പാലം NSS KPT സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ആയിഷത്തുൽ ഷംന ചേരുന്നു വിവരങ്ങളുമായി. ഷംന, ഈ പാലക്കാട് നിന്നുള്ള ഒരു ദൃശ്യം നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഒരു അധ്യാപകന് നേരെ ഒരു വിദ്യാർത്ഥി +1 വിദ്യാർത്ഥി കൊലവിളി നടത്തുന്നു. അതിനുശേഷം ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ നമ്മൾ പല ഇടങ്ങളിൽ നിന്നും കേൾക്കാറുണ്ട്. +1 +2 വിദ്യാർത്ഥികൾ സഹപാഠികളെ ആക്രമിക്കുന്ന സംഭവങ്ങളൊക്കെ. ഇവിടെ ഈ ഒറ്റപ്പാലത്തെ സ്കൂളിൽ NSS സ്കൂളിൽ എന്താണ് സംഭവിച്ചത്? വെറും ഒരു വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ഇങ്ങനെ കത്തിക്കുത്ത് ഒക്കെ നടത്താനുള്ള കാരണം എന്തായിരിക്കും? ടോം, ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കം അത് പിന്നീട് പലപ്പോഴും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളിലേക്ക് പോകുന്ന വാർത്തകൾ ഇപ്പോൾ നിരന്തരം പുറത്തു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഒടുക്കം ഒറ്റപ്പാലം NSS സ്കൂളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരുന്നത്. ഈ രണ്ട് വിദ്യാർത്ഥികളും, ഈ അസ്ഫറും ഒപ്പം തന്നെ ഈ അസ്ഫറിനെ കുത്തിയ സഹപാഠിയും നിരന്തരം വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നു. ഇരുവരും തമ്മിൽ നേരത്തെ മുതൽ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതിനിടയിലാണ് രണ്ടുപേരും വാക്കുതർക്കമുണ്ടായി. പിന്നീട് അതൊരു കത്തിക്കുത്തിലേക്ക് പോകുന്നത്. ഈ സഹപാഠിയുടെ കയ്യിലുണ്ടായിരുന്ന അടക്ക കത്തി കൊണ്ടാണ് അസ്ഫറിനെ വാരിയലിന്റെ സമീപത്ത് കുത്തിയത്. ഇതിനെ തുടർന്ന് പരിക്കേറ്റ അസ്ഫറിനെ ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം, അതായത് വാരിയലിന് വലിയ ഗുരുതരമായ പരിക്കുകളില്ല, വാരിയലിന് സമീപത്തായിരുന്നു പരിക്കേറ്റത്. അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്ക് ശേഷം പറഞ്ഞയച്ചു. ഒപ്പം ഈ സഹപാഠിക്ക്, ഈ കുത്തിയ കുട്ടിക്കും ഈ വാക്കുതർക്കത്തിൽ തുടർന്നുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ആ കുട്ടിയെയും താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇരുവരെയും ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറ്റവും വലിയ ഒരു ഉയർന്ന ചോദ്യം, ഈ കുട്ടികൾ ഈ ഇത്തരത്തിലുള്ള അടക്ക കത്തിയൊക്കെ ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആയുധങ്ങളുമായാണോ സ്കൂളിൽ പോകുന്നത്? ഇത് വീട്ടുകാരും സ്കൂൾ അധികൃതരും ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ എന്നതാണ് ഏറ്റവും വലിയ ഒരു ചോദ്യം. കാരണം സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഈ കുട്ടികളുടെ പലപ്പോഴായി പല സ്കൂളിൽ നിന്നും പല ജില്ലകളിൽ നിന്നൊക്കെയായി നമ്മൾ ഇത്തരം അക്രമ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ കത്തിയൊക്കെയായി കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അതെന്തുകൊണ്ട് അറിയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ എന്തുകൊണ്ട് ഒരു അന്വേഷണം നടക്കുന്നില്ല? ഈ സ്കൂൾ അധികൃതരൊന്നും കൃത്യമായ ഈ കുട്ടികളെ നിരീക്ഷിക്കുന്നില്ലേ എന്നൊക്കെ വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുട്ടികൾ എപ്പോഴാണ് ഈ കത്തിക്കുത്തിൽ ഏർപ്പെട്ടത് എന്ന് അടക്കമുള്ള വിശദാംശങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും കാര്യമായി തന്നെ ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. അതൊക്കെ പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഷംന. ഇവിടെ ഈ കത്തിയുമായി ഈ വിദ്യാർത്ഥി സ്കൂളിൽ എത്തുന്നു. അതായത് ബോധപൂർവം ആസൂത്രിതമായി ഈ സഹപാഠിയെ കുത്തി പരിക്കേൽപ്പിക്കുക എന്ന ഉദ്ദേശം, അതല്ലെങ്കിൽ കുത്തിക്കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നോ ആ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ ആക്രമണം നടത്തിയ വിദ്യാർത്ഥി ആ സ്കൂളിലെത്തിയത്? ടോം, അങ്ങനെ തന്നെയാണ് ഈ പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നേരത്തെ തന്നെ ഈ അസ്ഫറുമായി ഈ കുട്ടിക്ക്, ഈ സഹപാഠിക്ക് വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നു, നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇരുവരും തമ്മിൽ. അതുകൊണ്ട് തന്നെ ആസൂത്രിതമായ ഒരു ആക്രമണമായിരുന്നു എന്ന തരത്തിലേക്കാണ് പ്രാഥമിക അന്വേഷണങ്ങൾ നീങ്ങുന്നത്. പക്ഷെ അതേസമയം തന്നെ ഇനി അങ്ങനെയല്ല, ഈ കുട്ടി സ്ഥിരമായി ഈ കത്തി കൈവശം വയ്ക്കുന്ന ആളാണോ, അല്ലെങ്കിൽ സ്ഥിരമായി കുട്ടികൾ ഇത്തരത്തിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന്, അല്ലെങ്കിൽ ഈ സ്കൂളുകളിലുള്ള പല സ്വഭാവങ്ങളും നമ്മൾ കാണുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കത്തി കരുതിയിരുന്നതാണോ, അതോ ആ ഘട്ടത്തിൽ കുട്ടി എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചതാണോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഈ നേരത്തെയുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ആസൂത്രിതമായി തന്നെയായിരുന്നു ഈ അക്രമം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇരുവരും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഈ കുത്തിയ കുട്ടിക്ക് ഒപ്പം പരിക്കേറ്റിട്ടുണ്ട്. ആ കുട്ടിയെയും കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇരുവരുടെയും ആരോഗ്യനില ഇപ്പോൾ സാരമായി പരിക്കുകളൊന്നുമില്ല. ഇരുവരെയും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കം അത് വലിയ രീതിയിലുള്ള ചർച്ചയാകുന്ന സമയത്ത് നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ഉള്ളിലുള്ള ഈ അക്രമ സ്വഭാവം, അല്ലെങ്കിൽ സഹപാഠിയോട് സൂചിപ്പിച്ചതുപോലെ നിരവധി സംഭവങ്ങൾ സമാനമായ രീതിയിൽ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട്. സഹപാഠിക്ക് നേരെ കത്തിക്കുത്ത് നടത്തുക, അവരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുക. അത് പലപ്പോഴും ഈ +1 +2 വിദ്യാർത്ഥികൾക്കിടയിലാണ് ഈ രീതിയിലുള്ള പ്രവണതകൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു ക്രിമിനൽ വാസനയിലേക്ക് ഈ കൗമാരക്കാർ മാറുന്നത്? പല സിനിമകളൊക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ട്. സമീപകാലത്ത് ഇറങ്ങിയ പല സിനിമകളും
ഇതേ രീതിയിൽ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ കുറ്റവാസന വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള അത് പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകളാണെന്ന വിമർശനം ഉയരുന്നുണ്ട്. അത് മാത്രമാണോ, അതല്ലെങ്കിൽ ഈ മാറി വന്ന കേരളത്തിലെ സാമൂഹിക സാഹചര്യവും കുടുംബങ്ങളിലെ സാഹചര്യവും ഒക്കെയാണോ ഈ കുട്ടികളെ ഈ രീതിയിൽ ക്രിമിനൽ വാസന ഉള്ളവരാക്കി മാറ്റുന്നത്? അങ്ങനെയെങ്കിൽ ഏത് രീതിയിൽ ഇടപെടൽ വേണ്ടതാണ്? വിദ്യാഭ്യാസ വകുപ്പിന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്ന് ഈ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുവാനും ബോധവൽക്കരണം നൽകുവാനുമുള്ള ഇടപെടലാണ് ഉണ്ടാകേണ്ടത്.